സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം. നമ്മുടെ ബാർ ഡയഗ്രാംസിലെ മൊത്തം വീഡിയോസ്, അതേമീൻ മൊത്തം ഡയഗ്രാംസ് വൺ സിംഗിൾ വീഡിയോ. ഓക്കെ, ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം നമുക്കറിയാം, അത് ജോമെട്രിക് ഡയഗ്രാം ആണ്. ഇതെല്ലാം എന്താണ്, വൺ ഡയമെൻഷണൽ ഡയഗ്രാം ആണെന്നും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഹൈറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓരോ ബാറിൻ്റെയും ഹൈറ്റ് നമ്മൾ അകലം നോക്കുന്നില്ല. വി കൺസിഡർ ഓൺലി ദ ഹൈറ്റ് ഓഫ് ദ ഡയഗ്രാംസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് ഈ ഓരോ ഡയഗ്രാംസും നോക്കാം. ആദ്യം സിമ്പിൾ ബാർ ഡയഗ്രാം. മക്കളെ, ഒരൊറ്റ വേരിയബിൾ ആണ് മാത്രം ഉള്ളതെങ്കിൽ നമുക്ക് അത് വെച്ചുകൊണ്ട് എന്തേ വരയ്ക്കാൻ പറ്റുള്ളൂ, സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ആദ്യം എക്സ് ആൻഡ് വൈ ആക്സിസ്, ഓക്കെ, എക്സ് ആൻഡ് വൈ ആക്സിസ് എടുത്തു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആണ്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇയർ ആണ്. ഇതൊക്കെ ഏത് ഡയഗ്രത്തിലും മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇയർ ഏതൊക്കെയാ? ഓക്കെ, 2 ഇയർ ആണ്, 3 ഇയർ ഉണ്ട്. ഞാനിവിടെ 2014 ആദ്യത്തെ ഇയർ, നെക്സ്റ്റ് ഇയർ 2015, നെക്സ്റ്റ് ഇയർ 2016, നെക്സ്റ്റ് ഇയർ 2017, അങ്ങനെ ഇയേഴ്സ് 4 ഇയറും മാർക്ക് ചെയ്തു. ഇനി അടുത്തത് പ്രൊഡക്ഷനാ. പ്രൊഡക്ഷൻ നമുക്കിവിടെ ഹയസ്റ്റ് വാല്യൂ 120 ആ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 40, ഓക്കെ, 80, ദെൻ 120. അപ്പൊ അത് വളരെ കുറഞ്ഞു പോകും. അപ്പൊ ഞാൻ അങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ എടുക്കുന്നത് 20, 40, 60, ഓക്കെ, 80, 100 ആൻഡ് 120. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ വൈ ആക്സിസിൽ പ്രൊഡക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഓരോ ഇയറിലും പ്രൊഡക്ഷൻ നോക്കുക. 2014 90. അപ്പൊ 2014 90 എന്ന് പറയുമ്പോൾ 18 നടുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുക, 90. ഓക്കെ, അടുത്തത് 2015 എത്രയാ, 100 ആണ്. അപ്പൊ 2015 ഞാൻ മാർക്ക് ചെയ്യുക 100ലേക്ക്. ഓക്കെ, 100. ഓക്കെ, അടുത്ത 2016 എത്രയിലേക്കാ, 120ലേക്കാ, ഹയസ്റ്റ് ബാർ 120. ഓക്കെ, അപ്പൊ ഞാൻ 120ലേക്ക് മാർക്ക് ചെയ്തു. 2017 എത്രയിലേക്ക് മാർക്ക് ചെയ്യണം, 100ലേക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഏതാണ്ട് 100ലേക്ക് മാർക്ക് ചെയ്തു. സോ ദിസ് ഇസ് അവർ എന്താ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, വി കൺസിഡർ ഓൺലി ദ ഹൈറ്റ് ഓഫ് ദ ബാർ. കണ്ടോ, ഹൈറ്റ് ആണ്. വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ ഓരോ ബാറും മക്കളെ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വൃത്തിയാവും. അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രാം ഷെയ്ഡ് ചെയ്യുക. ഇത് സാധാരണ ചോദിക്കാറ് 3 മാർക്കിനാണ് കേട്ടോ. ഒരൊറ്റ വേരിയബിൾ, ഇവിടെ ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളേ നമുക്കുള്ളൂ. കണ്ടോ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് വെച്ച് ചെയ്താൽ മതി, നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡ്രോ എ ബാർ ഡയഗ്രാം എന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണം, ഏത് ഡയഗ്രാം ആണ് അതിന് സൂട്ട് ആയിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾ നോക്കണം. ഒരൊറ്റ വേരിയബിൾ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, എന്താണ്, സിമ്പിൾ ബാർ ഡയഗ്രാം ആയിരിക്കും. ഇനി അടുത്തതാണ് നമ്മുടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അടുത്തത് മൾട്ടിപ്പിളാ. അപ്പൊ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ മക്കളെ ചിന്തിക്കണം, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമുക്കുണ്ടാവും. ഇതില് നമുക്ക് പ്രോഫിറ്റും ഉണ്ട്, ലോസും ഉണ്ട്, അല്ലെ, 2 വേരിയബിൾ ഉണ്ട്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇയർ ആണ്. വൈ എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ മാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ പ്രോഫിറ്റും അതുപോലെ ലോസും മാർക്ക് ചെയ്യും. വൈ ആക്സിസിൽ ഇയർ നമുക്ക് 3 എണ്ണം ഉണ്ട്. ദാറ്റ് ഇസ് 1990, 1991, 1992, അങ്ങനെ 3 ഇയേഴ്സ് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുക പ്രോഫിറ്റും ലോസും. ഇതിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 90 ആണ്. അപ്പൊ ഞാൻ 10, 20, 30, 40, 50, 60, 70, 80 ഞാൻ കയറ്റി പിടിക്കുകയാണ്, 90. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 90 മുകളിലേക്ക് എടുത്തു, 90. ഓക്കെ, ബാർ ഡയഗ്രാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. ക്ലിയർ? 1990 പ്രോഫിറ്റ് എത്രയാന്ന് നോക്കുക. പ്രോഫിറ്റ് 30 ആണ്. അപ്പൊ ഞാൻ ഈ 1990 എടുത്ത് ഒരു ഭാഗം പ്രോഫിറ്റിനും അടുത്ത ഭാഗം ലോസിനും വേണ്ടി മാറ്റി വെക്കുക. 1990 30 എന്ന് പറയുമ്പോൾ ഞാനിത് 30, കണ്ടോ, 30. അതേപോലെ 1990 ലോസ് എത്രയാണ്, 35 ആ. അത് ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. ലോസ് എത്രയാണ്, 35. അപ്പൊ 35 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലേക്ക്, കണ്ടോ, ഇതാണ് ലോസ്. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ 1991 പ്രോഫിറ്റ് എത്രയാണ്, 70.
അപ്പം ഞാൻ പ്രോഫിറ്റ് മാർക്ക് ചെയ്യാണ് 70ൻ്റെ നേരെ. ഓക്കെ, 70 ഏതാണ്ടിത്, ഇതാണ് എൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, ആ ഇയറിൽ തന്നെ എൻ്റെ ലോസ് എത്രയാണ്? 50 ആണ്. അപ്പം ഞാൻ ലോസ് മാർക്ക് ചെയ്യുക എത്രയാണ്? 50. ഞാൻ ലോസ് മാർക്ക് ചെയ്തു 50. ഓക്കെ, ഇനി അടുത്തത് 1992 നോക്കുക. 1992 പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പം ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് കയറി, എൻ്റെ പ്രോഫിറ്റ് 90. ക്ലിയർ? അതേപോലെ അതിൻ്റെ ലോസ് എത്രയാണ്? 75. അപ്പം ഞാൻ 75. കണ്ടോ? ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയോ? കീ നോട്ട് കൊടുക്കണം. ആദ്യം പ്രോഫിറ്റിനൊരു കീ നോട്ട് കൊടുക്കുക, അതേപോലെ എന്ത് ചെയ്യുക? ലോസിനൊരു കീ നോട്ട് കൊടുക്കുക. ഏതെങ്കിലും നിങ്ങൾ പ്രോഫിറ്റോ ലോസിനോ ഏതെങ്കിലും ഒന്നിനെ ഷെയ്ഡ് ചെയ്താൽ മതി. ഒന്ന് ഷെയ്ഡ് ചെയ്യേണ്ട മക്കളെ, ഒന്ന് അങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ടോളൂ. ഇപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് നോക്കിയേ, ഞാനിവിടെ ഇതിനാണ് കൊടുക്കുന്നത്. പ്രോഫിറ്റിന് ഞാനിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റ് ഓരോ ഇയറിലെ പ്രോഫിറ്റിനും ഞാനിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് നിങ്ങൾ നമ്മുടെ പെൻസിലെടുത്ത് വളരെ ലൈറ്റായിട്ട് ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിന് ഞാൻ കൊടുത്തു. അപ്പം ഈ കീ നോട്ട് കണ്ട ആൾക്ക് മനസ്സിലാവും ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എന്താണ്? പ്രോഫിറ്റ് ആണ്, പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കീ നോട്ട് കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കീ നോട്ട് കൊടുക്കുക. ക്ലിയർ? ഇത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇനി നമുക്ക് ഒരു ഡയഗ്രാം കൂടി ഉണ്ട്. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം. മക്കളെ, കോമ്പോണന്റ് ബാർ ഡയഗ്രാമിന്റെ വേറൊരു പേരാണ് എന്ത്? സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അത് വൺ വേർഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം? ദാറ്റ് ഇസ് നോൺ ആസ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അപ്പൊ നമ്മൾ ആദ്യം എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചു. നോക്കിയേ, നമ്മളിവിടെ 2 ഇയറാ. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇയർ ആണ്. ഏതൊക്കെയാണ്? 2021 ഉണ്ട്, 2022 ഉണ്ട്. ഇനി വൈ ആക്സിസിൽ എനിക്ക് 3 വേരിയബിൾസ് ഉണ്ട്. ആർട്സ് ഉണ്ട്, കോമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ആർട്സ്, സയൻസ്, കോമേഴ്സ്, അത് 3ആണ് ഞാൻ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും വലിയ വാല്യൂസ് എത്രയാ മക്കളെ? വാല്യൂസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ഇതിന്റെ 2021 15 ആർട്സും 30 കോമേഴ്സും 40 സയൻസും, അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 85. അതേപോലെ 2022 ടോട്ടൽ എത്രയുണ്ട്? 120. അപ്പൊ നമുക്ക് ടോട്ടൽ മാക്സിമം വേണ്ടത്, ഏറ്റവും ഹയസ്റ്റ് ടോട്ടൽ കാണണം കേട്ടോ. ഓരോ ഇയറിനെയും ടോട്ടൽ കാണണം. കാരണം ആ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഹയസ്റ്റ് വാല്യൂ നമുക്കറിയാം 120 ആണ്. അപ്പൊ ഞാനിവിടെ 20, 40, 60, 80, 100, 120 ഞാൻ അങ്ങനെ ഇട്ടു. ഇനി ഞാൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി ഞാൻ 2021 ഇതാണ് നമ്മുടെ ടാർഗറ്റ്. 2021 ടോട്ടൽ ആദ്യം ഞാൻ വരച്ചെടുക്കണം. ടോട്ടൽ എത്രയാ മക്കളെ? 85. അപ്പം ഞാൻ ടോട്ടൽ ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുക? ടോട്ടൽ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? 2021 85 ടോട്ടൽ എടുക്കുകയാണ് കേട്ടോ. 80 എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മുകളിലേക്ക് കയറുക, 80നേക്കാളും കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് 85 ഞാൻ ടോട്ടൽ എടുത്തു. കണ്ട, ആ ഒരു ബാർ എൻ്റെ 85 ടോട്ടലാ. ആ 85നെ ഞാൻ ഇങ്ങനെ ആർട്സിനും കോമേഴ്സിനും സയൻസിനുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ആർട്സ് 15. അപ്പൊ ഞാൻ 15 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20ന് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുക? ആർട്സ് മാർക്ക് ചെയ്തു. കണ്ട, ഇനി അടുത്തത് കോമേഴ്സാ. കോമേഴ്സ് 30. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ 15ന്റെ കൂടെ 30 ആഡ് ചെയ്യുക. അപ്പൊ എത്രയാ? 45. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45. ആ 45 ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യാൻ പോകുന്നത്. 45 ഇതാണ് എൻ്റെ കോമേഴ്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അതെന്തായിരിക്കും? സയൻസ് ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്തത് 2022 ടോട്ടൽ എത്രയാ? 120. അപ്പൊ ഞാൻ ടോട്ടൽ ആദ്യം ഇവിടെ ടോട്ടൽ മാർക്ക് ചെയ്യാണ് 120. ഇതാണ് എൻ്റെ ടോട്ടൽ. ഓക്കെ, ഇനി ഞാൻ ഡിവൈഡ് ചെയ്യാം. ആദ്യം ആർട്സ് എത്രയാ? 30. അപ്പൊ ഞാൻ ആദ്യം ആർട്സ് 30. ഓക്കെ, ഇനി എൻ്റെ കോമേഴ്സ് എത്രയാ? 40. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ഈ 30 + 40 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 70. ആ 70 ആണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യാൻ പോകുന്നത്. 70. ദിസ് ഇസ് മൈ കോമേഴ്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും? എൻ്റെ സയൻസ് ആണ്. മക്കളെ, ഇവിടെയും കീ നോട്ട് കൊടുക്കണം. അതായത് ഒന്ന് ആർട്സിന് കൊടുക്കുക, അതേപോലെ ഒന്നിന് എന്ത് കൊടുക്കുക? കോമേഴ്സിന് കൊടുക്കുക, അതേപോലെ ഒന്ന് എന്ത് ചെയ്യുക? സയൻസിന് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗം ഫ്രീ ആക്കി വിട്ടോളൂ. ഇപ്പൊ
എക്ക് ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനാ. അപ്പൊ ഞാൻ എക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈന് കൊടുക്കുന്നു. എക്ക് ഹൊറിസോണ്ടൽ ലൈൻ. ബിക്ക് ഞാൻ ഇൻറ്റു അല്ല, കോമേഴ്സിന് ഞാൻ ഇൻറ്റു ആ. അപ്പൊ ഞാൻ കോമേഴ്സിന്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻറ്റു മാർക്ക് ചെയ്യുന്നു. ഓക്കെ, കോമേഴ്സിന് ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തു. സയൻസിന് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും ഓരോ കീ നോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ബാർ സിമ്പിൾ ബാർ ഡയഗ്രം ഒഴിച്ച് ബാക്കിയുള്ള കോമ്പോണന്റ് ബാർ ഡയഗ്രത്തിനും അതേപോലെ നമ്മുടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിനും നമ്മൾ കീ നോട്ട് കൊടുത്ത് എഴുതണം. ഓക്കെ,